ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കപ്പയ്ക്കയും വെണ്ടയ്ക്കയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ പിടിക്കുന്നതല്ലേ, എപ്പോഴും പറമ്പിലൊക്കെ ഉള്ളതല്ലേ കപ്പയ്ക്ക. അപ്പോഴും നമുക്ക് അതൊരു വിഷവും ചേർക്കാത്ത നല്ല സാധനമല്ലേ. അപ്പോൾ നമുക്കിതുകൊണ്ട് പല പല സൈസ് കറികൾ നമുക്കുണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് കപ്പയ്ക്കയും വെണ്ടയ്ക്കയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കപ്പയ്ക്ക ഇതേ കണക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. കറയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ ഒരു മൂന്നോ നാലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി. ഇനി നമുക്ക് ഇത് കറി വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നമ്മൾ കറി വയ്ക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ വെണ്ടയ്ക്ക അതിനകത്ത് ഇതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയ്ക്ക ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റാം. കപ്പയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞതും പിന്നെ ഞാനൊരു 4 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ആ 4 പച്ചമുളകാണ്. അതുകൂടെ ഇതിനകത്തോട്ട് ഇടണം. ഇതൊന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില ഇട്ട് ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒന്ന് അടച്ച് വേവിക്കാം. ഇത് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്ട 3-4 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങയും ഇട്ട് നന്നായിട്ട് അരയ്ക്കുക. ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. കപ്പയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്നത്, ഇത് നന്നായിട്ട് അരച്ചേക്കുന്നതാണ്. ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാം. പാത്രം ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണ്ട, ഒന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന് ചൂടായി വരുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് ഈ വെണ്ടയ്ക്കയും കൂടെ ഇതിനകത്തിടാം. മാറ്റി വെച്ച് ഇനി ഒന്നുകൂടെ ഒന്ന് ചൂടാവട്ടെ. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കടുക് വറുക്കാനുള്ളത് എടുക്കാം. പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി. നമുക്കിതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് 2 ഉലുവയും കൂടി ഇടാം. ഉലുവയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണമാണ് കടുക് വറുക്കുമ്പോൾ. 2 ഉലുവ ഇട്ട് കടുക് പൊട്ടി. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഇനി ഉള്ളി ചുമന്ന് വരുന്നുണ്ട്. നമുക്ക് മറ്റൽ മുളകും അതിനകത്തിടാം. നന്നായിട്ട് മൂക്കട്ടെ. കടുക് വറുത്തിട്ടുണ്ട്. നമുക്കിത്
കടുക് വറുത്തതിനകത്തോട്ട് ഒഴിക്കാം. കടുക് വറുത്തതിനകത്തോട്ട് ഒഴിച്ച് ഇത് നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട്. ഇതുപോലെ കറികളൊക്കെ നിങ്ങൾ വെച്ച് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിക്കാൻ ഈ കപ്പയ്ക്ക കറിയാണ്. നിങ്ങളെല്ലാം വെച്ച് നോക്കണം. നല്ല കറിയാണ്.